പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ജീവനെടുത്ത് കാട്ടാന. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്നു. വയനാട് മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നു. പടമല സ്വദേശി അജീഷാണ് കൊല്ലപ്പെട്ടത്. കാട്ടാനയെ മയക്കുവെടി വെക്കാൻ വനംവകുപ്പ് ഉത്തരവിട്ടു. കർണാടക വനംവകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ചുവിട്ട ബേലൂർ മഖിന മോഴയാനയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. റേഡിയോ കോളർ വിവരങ്ങൾ കർണാടക കൈമാറിയില്ലെന്ന് വനംവകുപ്പ് ആരോപിച്ചു. മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ആളുകൾ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ഭയന്നോടുകയായിരുന്നു. പുറത്തേക്കിറങ്ങിയ അജീഷ് ആനയ്ക്ക് മുന്നിൽപ്പെട്ടു. 42കാരനായ അജീഷ് ഓടിക്കയറിയത് അടുത്തുള്ള വീട്ടുമുറ്റത്തേക്ക്. അവിടെയുണ്ടായിരുന്ന കുട്ടികൾ ഗേറ്റ് തുറക്കുന്നതിനു മുൻപേ ആന തൊട്ടടുത്തെത്തി. മതിൽ ചാടിക്കടന്ന അജീഷ് ചുവട് തെറ്റി വീണു. മതിൽ തകർത്ത് പിന്നാലെ എത്തിയ ആന അജീഷിനെ ആക്രമിച്ചു. ഇതുവഴി ആ ചേട്ടൻ ഓടി വന്നു. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് തുറന്നു കൊടുക്കാൻ ഓടിക്കേറി വരാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് ആന ഇവിടെ എത്തി. അപ്പോൾ ചേട്ടൻ ഓടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓടി വന്നു. അപ്പോൾ ചേട്ടൻ ഗേറ്റ് ചാടി കിടന്നപ്പോൾ കാല് തട്ടിയിട്ട് അങ്ങാണ്ട് വീണു. അല്ല, താക്കോൽ ഇവിടെയായിരുന്നു. ഇതെടുത്ത് അങ്ങോട്ട് ഓടി പോയതാണ്. അപ്പോഴത്തേക്കും ആന ഇവിടെ എത്തി. അപ്പോൾ ഇങ്ങോട്ട് ഓടി കയറിയതാണ്. നാട്ടുകാർ അജീഷിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആനയെ മയക്കുവെടി വെക്കാൻ വനംമന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകി. മയക്കുവെടി വെച്ച് ആ ആനയെ പിടികൂടുന്നതിനും അവിടെ നിന്നും മാറ്റുന്നതിനും ആവശ്യമായ നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രത്യേക ദൗത്യ സംഘത്തെ അയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. മയക്കുവെടി വെക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നടപടികൾ ആരംഭിച്ചു. കുങ്കിയാനകളുടെ സഹായത്തോടെ ദൗത്യം പൂർത്തീകരിക്കാനാണ് ശ്രമം. പലതവണ ആവശ്യപ്പെട്ടിട്ടും കർണാടക വനം വകുപ്പ് റേഡിയോ കോളർ സിഗ്നൽ നൽകാത്തതാണ് ആനയെ ട്രാക്ക് ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടാകാൻ കാരണമായതെന്നാണ് കേരള വനം വകുപ്പിന്റെ ആരോപണം. കാട്ടാന ഭീതിയുടെ പശ്ചാത്തലത്തിൽ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ കുറുക്കൻമൂല, കുറുവ, കാടൻകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നഷ്ടപരിഹാരം ലഭിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു പ്രതിഷേധമല്ല ഇന്ന് വയനാട്ടിൽ കണ്ടത്. തങ്ങൾ പണിയെടുക്കുന്ന പറമ്പുകളിൽ വീണ്ടും പണിയെടുക്കാൻ, തങ്ങൾ കിടന്നുറങ്ങുന്ന വീട്ടിൽ സ്വസ്ഥമായി വീണ്ടും കിടന്നുറങ്ങാൻ, അതിനുവേണ്ടിയുള്ള ആഗ്രഹത്തിൽ നിന്നുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇന്ന് വയനാട്ടിൽ കണ്ടത്. ഇനി എത്ര കാലം നീണ്ടു നിൽക്കും വന്യജീവി ആക്രമണങ്ങളുടെ ഈ തുടർക്കഥകൾ? പരിഹാരമുണ്ടാകണം, പരിഹാരമുണ്ടായേ തീരൂ. ക്യാമറമാൻ റിബിനൊപ്പം കിഷോർ തോമസ്, 24. വയനാട് മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കാട്ടാനയെ ഇന്ന് മയക്കുവെടി വെച്ചേക്കില്ല. വെളിച്ചക്കുറവ് പ്രതിസന്ധിയാകും എന്നാണ് വിലയിരുത്തൽ. മാനന്തവാടിയിൽ വ്യാപക പ്രതിഷേധമുണ്ടായി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിച്ചു. കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. അജീഷിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം തിങ്കളാഴ്ച നൽകുമെന്നും അധിക 40 ലക്ഷത്തിന് സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സംഭവത്തിൽ വയനാട് MP രാഹുൽ ഗാന്ധി അപലപിച്ചു. അജീഷിന്റെ മരണം ഞെട്ടിപ്പിക്കുന്നതാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിൽ ഇടപെടണമെന്നും രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. ആന ജനവാസ മേഖലയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കിഷോർ തോമസ്, ഒപ്പം തന്നെ അഭിജിത്ത് മുഴക്കുന്ന് എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം അഭിജിത്തിലേക്കാണ്. അഭിജിത്ത്, വലിയ രീതിയിലുള്ള പ്രതിഷേധം, പൊറുതിമുട്ടിയപ്പോഴുള്ള ശക്തമായ നിലയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. മൃതദേഹവുമായുള്ള പ്രതിഷേധം, അതുപോലെ ഈ ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം, പിന്നീടൊരു സമവായ ചർച്ച, അതിൽ ചില ധാരണകൾ രൂപപ്പെടുന്നു. എന്താണ് ഇന്ന് മാനന്തവാടിയിൽ കണ്ടത് അഭിജിത്ത്?
ടി.കെ. അജീഷ് കൊല്ലപ്പെട്ടതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അവർ നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾക്കെതിരെ അധികൃതർ മുഖം തിരിക്കുന്നു എന്ന കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള രോഷപ്രകടനത്തിന് മാനന്തവാടിയിലെ സബ് കളക്ടർ ഓഫീസും സാക്ഷ്യം വഹിച്ചു. ആദ്യം ഈ മാനന്തവാടിയിലെ റോഡ് ഉപരോധിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. അജീഷിന്റെ മൃതദേഹവുമായി റോഡ് ഉപരോധിക്കുകയും വാഹനം തടയുകയും പ്രതിഷേധക്കാർ ചെയ്തു. ഇന്ന് മാനന്തവാടിയിൽ ഹർത്താലായിരുന്നു. ഒപ്പം തന്നെ ഈ പ്രദേശത്തൊക്കെ തന്നെ നിരോധനാജ്ഞയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിനുശേഷമാണ് ഈ സബ് കളക്ടർ ഓഫീസിലേക്ക് മൃതദേഹവും വഹിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെത്തിയത്. അതിന് സമീപത്ത് തൊട്ടപ്പുറത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഈ ചർച്ചയിലേക്ക് പ്രധാനമായും ചില കാര്യങ്ങളാണ്, ചില ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. 50 ലക്ഷം രൂപ അജീഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകണമെന്നുള്ളതായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ കുടുംബത്തിൽ ഒരാൾക്ക് സ്ഥിരം ജോലി നൽകണം. കൂടാതെ അജീഷിന്റെ കടബാധ്യതകൾ എഴുതിത്തള്ളണം. കൂടാതെ ഈ ആനയെ ഇവിടെ നിന്ന്, ഈ പ്രദേശത്ത് നിന്ന് തുരത്താൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണം. ഇത്രയും ആവശ്യങ്ങളായിരുന്നു പ്രധാനമായും ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നിരന്തരമായ ഒരു ചർച്ച. ഈ ചർച്ചയിൽ കലക്ടർ, ഒപ്പം തന്നെ കേളു MLA, IC ബാലകൃഷ്ണൻ MLA, ജില്ലാ കലക്ടർ, പോലീസ് മേധാവി, രൂപതയുടെ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, അങ്ങനെ നിരവധി പേരെ, വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് സബ് കളക്ടർ ഓഫീസിൽ നടന്നത്. ഇതിന് സമാന്തരമായി നാട്ടുകാരുടെ ഒരു പ്രതിഷേധവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അരങ്ങേറുന്നുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം യോഗ തീരുമാനങ്ങളായി പുറത്തു വന്നത് 5 കാര്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കുടുംബത്തിന് 10 ലക്ഷം രൂപ ആദ്യം നൽകുക, പിന്നീട് 40 ലക്ഷം രൂപ കൊടുക്കാൻ ആവശ്യമായ നടപടി കൈക്കൊള്ളുക, മരണപ്പെട്ട അജീഷിന്റെ ഭാര്യയ്ക്ക്. ശരി, അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഒപ്പം തന്നെ കിഷോർ തോമസ് കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കിഷോർ, ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നാട്ടുകാർക്ക് ആശങ്ക കൂട്ടുന്നുണ്ട്. അവരുടെ പ്രതിഷേധത്തിന് അത് ശക്തി കൂട്ടുന്നുണ്ട്. മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നടപടികൾ ഇന്നുണ്ടാവില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ കിഷോർ? റീജിത്ത്, മയക്കുവെടി വെച്ച് ഇന്ന് ആനയെ പിടികൂടില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് കൃത്യമായി പുറത്തു വരുന്നത്. ഇന്ന് മയക്കുവെടി വെക്കാൻ സാധിക്കില്ല, കാരണം വെളിച്ചക്കുറവാണ് ഇതിന് പ്രതിസന്ധിയായി വരുന്നത് എന്നാണ് കൃത്യമായി പറയുന്നത്. പക്ഷേ ആനയെ ഇവിടെ കൃത്യം 200 മീറ്റർ ഭാഗത്ത് ഈ നമ്മൾ ഈ വീടിന്റെ, ഈ ആക്രമണം നടന്ന, രാവിലെ അപകടം നടന്ന ഈ വീടിന്റെ ഒരു 200 മീറ്റർ ഭാഗത്തായിട്ട് ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ആനയെ നിരീക്ഷിച്ചു വരികയാണെന്നും ആനയുടെ സഞ്ചാരം കൃത്യമായി വനം വകുപ്പ് നിരീക്ഷിക്കുന്നുണ്ടെന്നുമാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുങ്കി ആനകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉപയോഗിച്ചുള്ള ഒരു ദൗത്യത്തിനാണ് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത്. കുങ്കിയാനകളായ സൂര്യ, സുരേന്ദ്രൻ, അതുപോലെ തന്നെ വിക്രം, ഭരത് തുടങ്ങിയ 4 കുങ്കിയാനകളാണ് അതിനുപയോഗിക്കുക. വിക്രമും ഭരത്തും ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ 4 കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ ജനങ്ങളുടെ പ്രതിഷേധം അവസാനിക്കുന്നില്ല. അവർക്ക് കൃത്യമായി മയക്കുവെടി വെക്കണം. ഈ ആനയെ മറ്റൊരു സ്ഥലത്തേക്ക് വിടുകയാണെങ്കിൽ അത് വീണ്ടും തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെച്ച് മാറ്റണം എന്നുള്ള ആവശ്യത്തിൽ തന്നെ തുടരുകയാണ് ഇവിടെയുള്ള എല്ലാ ജനങ്ങളും. അത്തരമൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. പ്രതിഷേധം മാനന്തവാടിയിൽ നടക്കുന്ന പ്രതിഷേധം, അതിന് തുടർച്ചയായി ഈ പ്രദേശങ്ങളിലും പ്രതിഷേധം, ആളുകളുടെ വേദന, അവരുടെ വിഷമങ്ങൾ, അതെല്ലാം ഇവർ തന്നെ നിൽക്കുന്നുണ്ട്. അവർ വളരെ പേടിയോടുകൂടി തന്നെയാണ് ഇവിടെയുള്ള ഓരോ ജനങ്ങളും വീടിൽ നിന്ന് അധികം പുറത്തിറങ്ങാതെ, പക്ഷെ റോഡിൽ കൂടുന്ന ജനങ്ങൾ അവർ കൃത്യമായി പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ ആണ് നിലനിൽക്കുന്നത്. എന്നാലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് കുങ്കിയാനകൾ ഉപയോഗിച്ചുള്ള ഒരു മയക്കുവെടി വെച്ചിട്ടുള്ള ഒരു ദൗത്യം ഇന്നുണ്ടാകാൻ സാധ്യതയില്ല. വെളിച്ചക്കുറവിന് തടസ്സമാകുന്നു. ശരി, കിഷോർ തോമസും ഒപ്പം തന്നെ അഭിജിത്ത് മുഴക്കുന്നും വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പൗരത്വ നിയമവും വരുന്നു. രാജ്യത്ത് പൗരത്വ നിയമം ഉടൻ നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. നിയമം ആരുടെയും പൗരത്വം അപഹരിക്കാനുള്ളതല്ല എന്നും അമിത്ഷാ പറഞ്ഞു. ടൈംസ് നൗ ഡൽഹിയിൽ സംഘടിപ്പിച്ച വ്യവസായ ഉച്ചകോടിക്കിടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പൗരത്വ നിയമം നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത്. തിരഞ്ഞെടുപ്പിന് മുൻപ് CAA വിജ്ഞാപനമിറക്കും. അതിൽ ആർക്കും സംശയം വേണ്ടെന്നും അമിത്ഷാ. പൗരത്വ നിയമത്തിന്റെ പേരിൽ രാജ്യത്തെ മുസ്ലിം സഹോദരങ്ങളെ പലരും തെറ്റിദ്ധരിപ്പിച്ചു. ബംഗ്ലാദേശിൽ നിന്നടക്കം ഇന്ത്യയിൽ അഭയം തേടിയവർക്കുള്ളതാണ് നിയമം. ഇതിൽ ആരുടെയും പൗരത്വം എടുത്തുകളയാൻ വ്യവസ്ഥയില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി. CAA छीन ही नहीं सकता क्योंकि कानून में प्रोविजन ही नहीं है. CAA जो शरणार्थी आए हैं पाकिस्तान और बांग्लादेश से धार्मिक प्रताड़ना के कारण उनको नागरिकता देने का कानून है और मैं मानता हूं इसमें किसी का विरोध नहीं. കോൺഗ്രസിന്റെ വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി നിയമം.
എന്നാൽ പ്രീണന നയത്തിന്റെ പേരിൽ കോൺഗ്രസ് ഇതിൽ നിന്നും പിന്നാക്കം പോവുകയായിരുന്നുവെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയത് ഒരു സാമൂഹിക മാറ്റമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 3ാം തവണയും സർക്കാർ രൂപീകരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പാർലമെന്റിൽ ഹ്രസ്വ ചർച്ച പൂർത്തിയായി. ഭരണ നേട്ടങ്ങളും നിയമനിർമ്മാണങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം. 17ാം ലോക്സഭയിൽ 30 പ്രധാന ബില്ലുകൾ പാസാക്കിയെന്നും ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ ശേഷി ബോധ്യപ്പെട്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. अपने आचरण से समाज को एक विश्वास देने के लिए सांसदों ने अपनी सैलरी में से 30% कटौती का निर्णय सबने खुद ने किया, ताकि देश को भी विश्वास हुआ कि ये सबसे पहले छोड़ने वाले लोग हैं. സീറ്റ് വിഭജനം പൂർത്തിയായതോടെ അടുത്ത LDF യോഗത്തിന് മുമ്പ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമെന്ന് കൺവീനർ EP ജയരാജൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ കൺവെൻഷനുകൾ ആരംഭിക്കും. ഈ മാസം 14-ന് എല്ലാ ജില്ലകളിലും ഇടതുമുന്നണിയുടെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുമെന്നും EP ജയരാജൻ പറഞ്ഞു. CPIM 15 സീറ്റിൽ മത്സരിക്കാൻ, 4 സീറ്റിൽ CPI മത്സരിക്കാൻ, കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി മത്സരിക്കാനുമുള്ള തീരുമാനമാണ് ഐക്യകണ്ഠേന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുള്ളത്. അത് വേഗത്തിൽ തന്നെ അടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിന് മുൻപായിട്ട് തന്നെ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 20 മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. UDF-ൽ 3ാം സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വിഷയത്തിൽ ലീഗിന്റേത് ശക്തമായ നിലപാട്. ലീഗിന് ഒരു ശക്തിയുണ്ട്, അതെല്ലാവർക്കും അറിയാമെന്നും അത് UDF മനസ്സിലാക്കണമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞാൽ 3 സീറ്റിൽ ഇതിനെ ഒതുക്കുന്നതാണ്. 15-ാം തീയതി ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ ശക്തമായ നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നോക്കും. അതെ, ഞങ്ങളുടെ ശക്തിയൊക്കെ ഞങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. അതനുസരിച്ചുള്ളൊരു ഇത് ഞങ്ങൾക്ക് വേണ്ടി വരും. കോട്ടയം സീറ്റിനെ ചൊല്ലി UDF-ൽ കലഹം. സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കം കോൺഗ്രസ് നടത്തിയതാണ് പുതിയ തർക്കത്തിന് കാരണമായത്. സീറ്റ് കേരള കോൺഗ്രസിന് ലഭിച്ചതാണെന്നും സ്ഥാനാർത്ഥി നിർണയം നടക്കുകയാണെന്നും മോൻസ് ജോസഫ് 24-നോട് പറഞ്ഞു. സംഭവം വിവാദമായതോടെ എല്ലാം തമാശയാണെന്ന പ്രതികരണമാണ് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും നടത്തിയത്. അതേസമയം വിഷയം സജീവ ചർച്ചയാക്കാൻ ജോസ് കെ മാണി വിഭാഗവും തീരുമാനിച്ചു. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിനാണെന്നാണ് നാളിതുവരെ UDF പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി ചർച്ചകളും ആരംഭിച്ചു. എന്നാൽ സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് കോൺഗ്രസിന്റെ അപ്രതീക്ഷിത നീക്കം. സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യം കേരള കോൺഗ്രസിനെ അറിയിച്ചുവെന്നാണ് വിവരം. കോൺഗ്രസിന്റെ നീക്കം വിവാദമായതോടെ എല്ലാം തമാശയാണെന്ന് പറഞ്ഞ് നേതാക്കൾ തലയൂരാനും നോക്കി. വിവാദങ്ങൾ കേരള കോൺഗ്രസും തള്ളിക്കളഞ്ഞു. ഉഭയകക്ഷി ചർച്ചയിൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിനാണെന്ന് ധാരണയായെന്നും സ്ഥാനാർത്ഥി നിർണയം നടക്കുകയാണെന്നും മോൻസ് ജോസഫ് 24-നോട് പറഞ്ഞു. KPCC പ്രസിഡന്റ് ഏത് സാഹചര്യത്തിലാണത് പറഞ്ഞതെന്നുള്ളത് വ്യക്തമല്ല. ഇനിയിപ്പോൾ ഒരു സീറ്റ് തർക്കത്തിന്റെ കാര്യമൊന്നുമില്ല. കാരണം ഈ വിഷയങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞാണ്. മുന്നണി ഉഭയകക്ഷി ചർച്ചയിലൂടെ ധാരണ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും എല്ലാം ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പം അത് ക്ലിയർ ആവും. കേരള കോൺഗ്രസിലെയും UDF-ലെയും കലഹമുയർത്തിക്കാട്ടി പ്രചാരണം സജീവമാക്കുകയാണ് ജോസ് വിഭാഗവും LDF-ഉം. സ്ഥാനാർത്ഥി ചർച്ചകളിലെ തർക്കം തന്നെയാണ് പ്രധാന ആയുധം. BDJS-ഉം കോട്ടയം സീറ്റിൽ മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം. കേരള പദയാത്രയിൽ ഇതിന്റെ സൂചനകൾ സംസ്ഥാന പ്രസിഡന്റും നൽകി. 24 കോട്ടയം. അകത്തേത്തറയിൽ പെൻഷൻ മുടങ്ങിയ വയോധികർക്ക് സഹായവുമായി സുരേഷ് ഗോപി. സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ 92-കാരി പത്മാവതിക്കും മകൾ 67-കാരി ഇന്ദിരയ്ക്കും സുരേഷ് ഗോപി പെൻഷൻ തുക നൽകും. പാലക്കാട് അകത്തേത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കട്ടിലിൽ കിടന്നായിരുന്നു പ്രതിഷേധം. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, സുരേഷ് ഗോപിയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിഖിൽ? ശ്രീജിത്ത്, ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിലാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയത്. ഒന്നുകിൽ പെൻഷൻ തരണം, അല്ലെങ്കിൽ ഞങ്ങളെ മരിക്കാൻ അനുവദിക്കണം എന്നാണ് 92 വയസ്സുള്ള പത്മാവതി അമ്മയും അവരുടെ മകൾ ഇന്ദിരയും പറഞ്ഞിരുന്നത്. അവരുടെ വീടിന് മുന്നിലാണ് ഞാനുള്ളത്.
അവർക്ക് ഇതല്ലാതെ മറ്റു വരുമാനങ്ങളില്ല. ക്ഷേമ പെൻഷൻ 1600 രൂപ ലഭിക്കുന്നതല്ലാതെ മറ്റൊരു വരുമാനം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കഴിഞ്ഞ 6 മാസത്തോളമേ അത് അവർക്ക് ലഭിക്കുന്നില്ല. വലിയ രീതിയിലുള്ള പ്രയാസം അവർ നേരിടുകയായിരുന്നു. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടനെ നടൻ സുരേഷ് ഗോപി നമ്മളെ ബന്ധപ്പെടുകയും അദ്ദേഹം എന്നാണ് സർക്കാർ ഈ തുക നൽകുക, അതുവരെ ഈ പെൻഷൻ ഈ കുടുംബത്തിന് നൽകാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയായിരുന്നു. രണ്ടുപേർക്കും, പത്മാവതി അമ്മയ്ക്കും അതോടൊപ്പം തന്നെ ഇന്ദിരയ്ക്കും പെൻഷൻ സർക്കാർ നൽകുന്നത് വരെ താൻ എൻ്റെ കയ്യിൽ നിന്ന് പെൻഷൻ നൽകാം, അദ്ദേഹത്തിന് ലഭിക്കുന്ന പെൻഷൻ തുകയിൽ നിന്ന് അത് നൽകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എത്രയും വേഗം അവർ ഈ സമരം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങണമെന്നാണ് സുരേഷ് ഗോപി അറിയിച്ചത്. നമ്മൾ കണ്ടതാണ് അകത്തേത്തറ പഞ്ചായത്തിന് മുന്നിൽ ഒരു കട്ടിലിൽ ഈ 2 അമ്മമാരും കിടക്കുന്നത് നമ്മൾ കണ്ടതാണ്. വളരെ വേദനാജനകമായിട്ടുള്ള കാഴ്ചയായിരുന്നു. ആ കാഴ്ച കണ്ട് അദ്ദേഹം നമ്മളെ അറിയിച്ചത് എത്രയും വേഗത്തിൽ അവരോട് വീട്ടിലേക്ക് പോകാൻ പറയൂ, പെൻഷൻ തുക താൻ എത്തിക്കാം സർക്കാർ നൽകുന്നത് വരെ എന്നുള്ളതാണ്. എന്തായാലും ഇന്ദിരാമ്മയും പത്മാവതി അമ്മയും നമ്മളോടൊപ്പം ഉണ്ട്. അവരോട് തന്നെ ചോദിക്കാം. നടൻ സുരേഷ് ഗോപി നിങ്ങൾക്ക് പെൻഷൻ തുക നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ പ്രതികരണം? അദ്ദേഹത്തിന് വളരെയധികം നന്ദി. അദ്ദേഹത്തിൻ്റെ കുടുംബവും കുറേ കാലം നന്നായി ജീവിക്കാനുള്ള ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇത് കണ്ടതും അദ്ദേഹത്തിന് തോന്നിയല്ലോ ഞങ്ങളെ കണ്ടപ്പോൾ തരാനായിട്ട്. അതുകൊണ്ട് അറിയുള്ളൂ, ഇങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് മന്ത്രിമാരായിട്ടും മറ്റുള്ളവരുമായിട്ടും ഒക്കെ വരേണ്ടത്. ഇത്ര കാലം എന്തെങ്കിലും ഇല്ല പറയുമ്പോൾ ഈ മെമ്പറാണ് അജി, ഞങ്ങളുടെ 12-ാം വാർഡിലെ മെമ്പറാണ്. വിളിക്കും ഞാൻ, ഈ കൂടെ വള്ളത്തിന് മുമ്പ് കുട്ടി അതില്ല ഇതില്ല പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരും. പക്ഷെ അവർക്കും ഈ പണിയെടുത്ത് കിട്ടുന്നതല്ലേ ഉള്ളൂ, അത്ര മാത്രമല്ലേ ഒരു മെമ്പർ എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്കും ഒരു ഇത് പറയുകയാണ്, ഇത്രയും കണ്ടു എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തന്നു. സുരേഷ് ഗോപി സാറിന് 1000 അഭിനന്ദനം. അമ്മ സന്തോഷമായില്ലേ? അമ്മ സന്തോഷമായി. വിഷമായില്ലേ രാവിലെ അവിടെ വന്ന് കിടന്നപ്പോൾ? സന്തോഷമായി. 92 വയസ്സുള്ള ഒരു അമ്മയാണ്. അവരുടെ ഒരു സാഹചര്യം നമ്മൾ ഓർക്കണം. ഇന്ന് രാവിലെ ആ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ, പാലക്കാട്ടെ ഇപ്പോഴത്തെ ചൂട് എന്ന് പറയുന്നത് 38 ഡിഗ്രിയൊക്കെയാണ്. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് അവർ അവിടെ വന്ന് ഒരുപാട് സമയം കിടന്നത്. നമ്മളൊക്കെ അഭ്യർത്ഥിച്ചിട്ടാണ് പിന്നെ അവർ മടങ്ങിപ്പോകുന്നത്. എന്തായാലും ഇനിയിപ്പോൾ തിങ്കളാഴ്ച പഞ്ചായത്ത് തുറക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഇവരവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം. ജില്ലാ കളക്ടറെ വ്യക്തിപരമായി ഞാൻ വിളിച്ചു, മറ്റൊരുപാട് മാധ്യമപ്രവർത്തകർ വിളിച്ചു, തിരിഞ്ഞു പോലും നോക്കിയില്ല. പഞ്ചായത്ത് അധികൃതർ അവരെ വിളിച്ചു, തിരിഞ്ഞു പോലും നോക്കിയില്ല. കളക്ടറെ വിളിച്ചപ്പോൾ അവരൊരു മീറ്റിങ്ങിലാണ്, ഓൺലൈൻ മീറ്റിങ്ങിലാണ് എന്നാണ് ഗവൺമെൻറ് അറിയിച്ചത്. നേരിട്ട് കളക്ടറോട് ഈ കാര്യം ബന്ധപ്പെടാൻ പോലും നമുക്ക് കഴിഞ്ഞില്ല. തുടർന്ന് മന്ത്രി രാജനെ വിളിച്ച് ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് ഇക്കാര്യം അവതരിപ്പിച്ചു. ഒരു തരത്തിലുള്ള നടപടിയും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സർക്കാർ നൽകേണ്ടുന്ന പെൻഷൻ നൽകട്ടെ, പക്ഷേ അതുവരെ താൻ തന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഇവർക്ക് മാസാമാസം പെൻഷൻ തുക നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ 92-കാരി പത്മാവതിക്കും മകൾ 67-കാരി ഇന്ദിരയ്ക്കും സുരേഷ് ഗോപി പെൻഷൻ തുക നൽകും. 24-ന്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടായത്. നിഖിൽ പ്രമേഷ് അതിന്റെ വിവരങ്ങൾ, പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സമൻസ് അയച്ചു. കരിമണൽ കമ്പനിയായ CMRലുമായുള്ള ഇടപാടുകളുടെ രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം. എക്സാലോജിക്കിനെ വെള്ളപൂശുന്ന വിശദീകരണ രേഖ CPIM പാർട്ടി പരിപാടിയിൽ വിതരണം ചെയ്തു. SFIO അന്വേഷണത്തിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിക്കൊപ്പം സമൻസ് രേഖയും എക്സാലോജിക് ഹാജരാക്കിയിട്ടുണ്ട്. കരിമണൽ കമ്പനിയായ CMRൽ നൽകിയ സേവനം, കമ്പനികളുടെ വിവരങ്ങൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് SFIO ആവശ്യപ്പെട്ടത്. CMRലും KSIDCയിലും പരിശോധന നടത്തുന്നതിന് മുൻപ് തന്നെ SFIO സമൻസ് നൽകിയിരുന്നു. സമൻസിനെ കുറിച്ച് അറിയില്ലെന്നാണ് നേതാക്കളുടെ പ്രതികരണം. നിങ്ങൾ പത്രത്തിൽ കണ്ടതുപോലെ ഞാൻ വായിച്ചു, അത്രേ എനിക്കറിയൂ. നിയോജക മണ്ഡലം തല ശില്പശാലകളിൽ വിതരണം ചെയ്യുന്ന രേഖയിൽ എക്സാലോജിക്കിനെ CPIM വെള്ളപൂശുകയാണ്. വ്യക്തമായ കണക്കുകളുടെ ബാങ്കുകളിലൂടെ നടത്തിയ ഇടപാടെന്ന് രേഖയിൽ പറയുന്നു. അതിനെ വക്രീകരിക്കാൻ ശ്രമിച്ചു. CMRലിന് പരാതിയില്ലാത്ത വിഷയത്തിൽ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചാരണമെന്നും വിമർശനം. മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് തേജോവധം ചെയ്യുന്നുവെന്നും കേന്ദ്ര ഏജൻസികളെയും സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച് കള്ളക്കഥകൾ മെനയുന്നുവെന്നും CPIM കുറ്റപ്പെടുത്തുന്നു. 24 തിരുവനന്തപുരം. ലൈസൻസ് RC ബുക്ക് പ്രിന്റിംഗിലെ പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. KSRTCയെ രക്ഷിക്കും. സംസ്ഥാനത്തെ ലൈസൻസ് ടെസ്റ്റ് കർശനമാക്കുമെന്നും 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരുമായുള്ള അഭിമുഖത്തിൽ മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം കനകക്കുന്നിൽ മാതൃഭൂമിയുടെ അക്ഷരോത്സവ വേദിയിലാണ് കളിയും കാര്യവുമായി ഇരുവരും ഒരുമിച്ചെത്തിയത്. രാഷ്ട്രീയ നിലപാടുകൾ, വിവാദങ്ങളോടുള്ള പ്രതികരണം, ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ. മന്ത്രി KB ഗണേഷ് കുമാർ വാചാലനായി. അടുത്തിടെയായി ഗണേഷ് കുമാറിന്റെ കഴുത്തിൽ ഒരുപാട് മൈക്കുകൾ കാണുന്നുണ്ടല്ലോ എന്ന് R ശ്രീകണ്ഠൻ നായർ. കേൾക്കാൻ ആളുള്ളതുകൊണ്ടെന്ന് മന്ത്രി. കളിപ്പറച്ചിൽ പതിയെ കാര്യത്തിലേക്ക്.
KSRTCയെ ലാഭത്തിലാക്കിയില്ലെങ്കിലും നഷ്ടം കുറയ്ക്കുമെന്ന് മന്ത്രി. ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്നാലും ഇതിനെ ലാഭത്തിലാക്കാൻ പറ്റത്തില്ല. എൻ്റെ പ്രതീക്ഷയിൽ നേരെ നടത്താം എന്നൊരു പ്രതീക്ഷയുണ്ട്. ഇനി ലാഭമൊന്നുമില്ല, നഷ്ടം കുറച്ചു കൊണ്ടുവരാം. ലൈസൻസ് ടെസ്റ്റ് കർശനമാക്കും. ലൈസൻസ് RC ബുക്ക് പ്രിന്റിംഗിലെ പ്രതിസന്ധിക്ക് പിന്നിൽ വടക്കേ ഇന്ത്യൻ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും മന്ത്രി. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഇതുപോലെ കബളിപ്പിക്കൽ പാർട്ടീസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ അതുപോലൊരു വിഷയമാണ് ഈ കാർഡിലുള്ളത്. അത് അടിയന്തരമായി പരിഹരിക്കും. പരിഹരിക്കപ്പെടും. സംഭാഷണത്തിന് കേൾവിക്കാർ ഏറെയുണ്ടായി. കൂട്ടത്തിൽ നിന്ന് ചോദ്യങ്ങളും. പേഴ്സണൽ സ്റ്റാഫ് എണ്ണത്തിൽ മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെ: ഞാൻ വെച്ചതിൽ ഏതാണ്ട് പകുതിയോളം ആളുകൾ ഇപ്പോൾ തന്നെ സർക്കാർ ശമ്പളം വാങ്ങുന്നവരാണ്. എങ്ങനെ മനസ്സിലായോ? ഡെപ്യൂട്ടേഷനാണ്. ഒരു അധ്യാപകനെ ഞാൻ ഇങ്ങോട്ട് എടുത്താൽ സർക്കാരിന് അധിക ചിലവില്ല. ആ അധ്യാപകന് പൈസ കൊടുക്കുന്നുണ്ടല്ലോ. സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരാളെ എടുത്താൽ അദ്ദേഹം അവിടെ ശമ്പളം വാങ്ങുന്നുണ്ട്. അതേ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ സ്റ്റാഫിൽ ഏതാണ്ട് പകുതിയോളം ആളുകൾ സർക്കാർ സർവീസിൽ നിന്ന് വന്നവർ തന്നെയാണ്. അതുകൊണ്ട് സർക്കാരിന് അധിക ബാധ്യതയൊന്നുമില്ല. ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ മാധ്യമപ്രവർത്തകൻ തന്റെ പ്രസ്താവന വളച്ചൊടിച്ചു. റോബിൻ ബസ് വിഷയത്തിൽ കോടതി ഉത്തരവ് പ്രകാരം തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്തതിൽ വിമർശനവുമായി LDF കൺവീനർ EP ജയരാജൻ. നരേന്ദ്രമോദി ക്ഷണിച്ച 8 പേരിൽ ഒരാളാണ് NK പ്രേമചന്ദ്രൻ. BJPയുമായുള്ള പുതിയ അന്തർധാരയുടെ ഭാഗമാണ് ക്ഷണമെന്നും EP ജയരാജൻ ആരോപിച്ചു. പോയി അദ്ദേഹത്തെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അതാണ് UDF, അതാണ് പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന MP. ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷതയോടും മതന്യൂനപക്ഷ താല്പര്യങ്ങളോടൊപ്പം നിൽക്കുന്ന നിലപാടാണോ അദ്ദേഹത്തിനുള്ളത്? ഇത് കേരള സമൂഹം മനസ്സിലാക്കൂ. 3 സീറ്റിന് ചോദിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. ആ 3 സീറ്റ് കൊടുക്കാതിരിക്കാനുള്ള വിദ്യയും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു മുന്നണിയാണ് UDF. BJP RSSൻ്റെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്തർധാരയില്ലേ, ആ അന്തർധാരയാണ്. അടിയന്തര കടമെടുപ്പിന് കേരളത്തിന് അവകാശമില്ലെന്ന് കേന്ദ്രം. കടമെടുപ്പ് പരിധിയിൽ കേരളം നൽകിയ ഇടക്കാല അപേക്ഷയിലെ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത്. നികുതി വരുമാനത്തെക്കാൾ കേരളത്തിൽ കടം കൂടുകയാണെന്നും കേരളത്തിന് വിവേകപൂർണമായ ധനനിർവഹണമില്ല എന്നുമാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, കേന്ദ്രത്തിന്റെ മറുപടി എങ്ങനെ? അച്യുതൻ. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കും. അച്യുതൻ തുടരാം. അച്യുതൻ കേൾക്കാം. സംസ്ഥാനത്തിന് അവകാശമില്ല. സാമ്പത്തികമായി അനാരോഗ്യമുള്ള സംസ്ഥാനമാണ് കേരളം. ഒപ്പം തന്നെ ഈ നികുതി വരുമാനത്തെക്കാൾ കേരളത്തിൽ കടം കൂടുന്നു എന്നുകൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ധനകാര്യ മന്ത്രാലയം. ഇത് 15ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ്. കൂടാതെ കേരളത്തിന് വിവേകപൂർണമായ ഒരു ധനനിർവഹണ സംവിധാനവുമില്ല എന്നുള്ള വിമർശനങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ ഈ അപേക്ഷയിന്മേൽ ധനകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന മറുപടി. നേരത്തെ ഈ സ്യൂട്ട് ഹർജിയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ കേന്ദ്രവും സംസ്ഥാനവുമായി ഒരു വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരുന്നു. അന്നും സ്യൂട്ട് ഹർജിയിൽ കേന്ദ്രം നൽകിയ വിശദമായ റിപ്പോർട്ടിൽ കേരളത്തിന്റെ ധനനിർവഹണവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഈ ധന മാനേജ്മെന്റ് സംവിധാനത്തിന്റെ പിടിപ്പുകേടാണ് കേരളത്തിന്റെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കേന്ദ്രം വാദിച്ചത്. എന്നാൽ ഇടക്കാല ആശ്വാസം, കടമെടുപ്പ് പരിധിയിൽ ഇടക്കാല ആശ്വാസം നൽകണമെന്നൊരു ആവശ്യം കൂടി കേരളം മുന്നോട്ട് വെച്ചു. ഒപ്പം കേന്ദ്രത്തിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് കേരളം ഈ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി അറിയിച്ചത്. എന്തായാലും കേരളത്തിന്റെ സ്യൂട്ട് ഹർജി ഈ മാസം 13-നാണ് പരിഗണിക്കുന്നത്. അന്ന് ഇത് ഈ വിശദമായ റിപ്പോർട്ടുകൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുക. റീജിത്ത്, ശരി. അടിയന്തര കടമെടുപ്പിന് കേരളത്തിന് അവകാശമില്ല, കേരളത്തിന്റെ ആവശ്യം തള്ളണം എന്നുള്ള കാര്യം കോടതിയിൽ വ്യക്തമാക്കുന്നു കേന്ദ്ര സർക്കാർ. അച്യുതൻ അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.